ടാരുന്റെ ഫസ്റ്റ് ക്രിസ്മസ്. അപ്പൊ അതങ്ങ് ചെറുതായിട്ട് ആഘോഷിച്ചാലോ? ചെറുതായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞാലും കുറേയൊക്കെ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ആള് ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടു കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു സാന്റ ആളുടെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയി മാറിക്കഴിഞ്ഞു. ടാരുവിന്റെ ആദ്യത്തെ ക്രിസ്മസിന് ഡാഡിയും കൂടി എത്തിയപ്പോ ഇരട്ടി സന്തോഷവും പിന്നെ പറയാൻ വേണ്ടല്ലോ. ക്രിബ് ഉണ്ടാക്കി വന്നപ്പോൾ മൊത്തത്തിലൊരു മഞ്ഞുമലയിലായ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. ട്രീ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ് യൂസ് ചെയ്തത്. ബാക്കിയൊക്കെ ഡെക്കോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനും കൂടെ പിന്നെ കുറച്ചൊക്കെ അപ്പൂസും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാരുവിന് ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് അത്യാവശ്യം ഇൻഡോറും നമ്മൾ കുറച്ചൊക്കെ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആസ് യൂഷ്വൽ നമ്മുടെ അൽദാബൈ ലാവണ്യെന്നാണ്. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും എന്താ നമ്മുടെ കരോളും എത്തിക്കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിൽ ഉണ്ണീഷൊക്കെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അതിനുശേഷം തൊട്ടടുത്തുള്ള വീടുകളിലേക്കും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കരോളിന്റെ കൂടെ. ആദ്യമായിട്ടാണല്ലോ ടാരു ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ മുഖത്തെ എക്സൈറ്റ്മെന്റിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മമ്മി പിന്നെയും പറയുകയും ചെയ്തു കുറച്ചു നേരം കൂടെ നിൽക്കാം, അവിടേക്കൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്നൊക്കെ. അങ്ങനെ മമ്മിയുടെ കയ്യിലായിരുന്നു കുറച്ചു നേരം ആളിരുന്നത് കേട്ടോ. മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ചൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. ടാരുന്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ഞാനിത് ഓർഡർ ചെയ്തെടുത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആളുടെ ഒരു ക്യാപ്പാണ്. അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ ക്രിസ്മസ് നൈറ്റ് സെലിബ്രേഷന്റെ അടുത്ത ഘട്ടം, യെസ്, ഫയർ ക്രാക്കേഴ്സ്. ആദ്യം ഒന്ന് ചെറുതായിട്ട് ആള് പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്തൊക്കെയാ സൗണ്ടും ഈ കാണുന്നതെന്നൊക്കെ. പിന്നെ ആളതങ്ങ് കണ്ടിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ സ്മെല്ല് വന്നപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൾ അതേപോലെ തന്നെ എന്നെ കോപ്പി ചെയ്യാൻ തുടങ്ങിയിരിക്കണം. അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ ചർച്ചിൽ പോയത്. പാതിര കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല, കാരണം ടാരു നന്ന ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് തോന്നി. എപ്പോഴും ഈ കൊരട്ടിപ്പള്ളിയിലാണ് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. അത് പണ്ടേ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ചർച്ചാണ് കൊരട്ടിമുത്തിയുടെ ചർച്ച്. അവിടെ മുനീഷനൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ നല്ല മിടുക്കി കുട്ടിയായിട്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാതെ ആള് നല്ല കോപ്പറേറ്റ് ചെയ്തിരുന്നു കേട്ടോ. നല്ല മിടുക്കി കുട്ടിയായിട്ട് പള്ളിയിലെല്ലാം കഴിഞ്ഞ് വീടെത്തും വരെ ആള് നല്ല ഗുഡ് ഗേൾ ആയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അപ്പവും ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.